വ്യോമയുദ്ധത്തിൽ ഇസ്രായേലിനെതിരെ പിടിച്ചു നിൽക്കാനാവുമോ എന്ന സംശയം ഇറാന് ഉണ്ടായിട്ടുണ്ടെന്നാണ് ഇതുവരെയുള്ള സംഭവ വികാസങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം രണ്ടു കൂട്ടരും മിസൈലുകളുടെയൊക്കെ ശക്തിയിൽ ഏതാണ്ട് തുല്യമാണെങ്കിലും ഇസ്രായേൽ കാട്ടുന്ന പ്രിസിഷൻ അല്ലെങ്കിൽ കൃത്യത, അവർ ഉദ്ദേശിക്കുന്ന ലക്ഷ്യസ്ഥാനങ്ങളിൽ അവർക്ക് മിസൈല് എത്തിക്കാൻ സാധിക്കുന്നു, വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നു. അവരങ്ങനെയാണ് ചെയ്തത്. വെള്ളിയാഴ്ച മുതൽ ആണവ കേന്ദ്രങ്ങൾ, അതുപോലെ തന്നെ ടെലിവിഷൻ കേന്ദ്രം, വിവിധ മന്ത്രാലയങ്ങളുടെ ആസ്ഥാനം, എണ്ണപ്പാടങ്ങൾ, എണ്ണ ശുദ്ധീകരണ ശാലകൾ, ഇതൊക്കെയാണ് അവർ ലക്ഷ്യമിടുന്നത്. കൃത്യമായിട്ട് അവിടെ അവരുടെ മിസൈലുകൾ എത്തിക്കുന്നതിന് അവർക്ക് സാധിക്കുന്നുമുണ്ട്. പക്ഷേ ഇറാന് അത്രത്തോളം പ്രിസിഷൻ അല്ലെങ്കിൽ കൃത്യത കൈവരിക്കാൻ സാധിക്കുന്നില്ല. പലപ്പോഴും അവരുടെ മിസൈലുകൾ ഇസ്രായേലിന്റെ അയൺ ഡോം ഭേദിച്ച് എത്തുന്നുണ്ട്. അത് പലപ്പോഴും ചെന്ന് വീഴുന്നത് ജനവാസ കേന്ദ്രങ്ങളിലാണ്, ചിലപ്പോൾ വളരെ തുറസായ സ്ഥലങ്ങളിലാണ്. ഇത്തരത്തിലുള്ള ഒരു പോരായ്മ അവർക്ക് സംഭവിക്കുന്നുണ്ട്. അതാണ് പറഞ്ഞ തിങ്കളാഴ്ചത്തെ രാത്രിയിലെ യുദ്ധത്തിൽ ഇസ്രായേലിന് ഒരു മേൽക്കൈ കിട്ടിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഇറാന്റെ കൈവശം ഉണ്ടായിരുന്ന മിസൈലുകളിൽ 3/4 ഇതിനകം നശിച്ചു അല്ലെങ്കിൽ ഇല്ലാതായി എന്ന വാർത്തകളും പുറത്തേക്ക് വരുന്നുണ്ട്.